Hello all, we were discussing about the well ordering principle. നമ്മൾ വെൽ ഓർഡറിങ് പ്രിൻസിപ്പിളിനെ കുറിച്ചായിരുന്നു ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത്. അതിൽ വി ഹാവ് എക്സ്പ്ലെയിൻഡ് എക്സാമ്പിൾ 1.9. നൗ നെക്സ്റ്റ് വി നീഡ് ടു ഡു എക്സാമ്പിൾ 1.10. That is, prove that every non-empty set of non-negative integers has a ലീസ്റ്റ് എലമെൻറ്റ്. ഏതൊരു നോൺ എംപ്റ്റി സെറ്റ് ഓഫ് നോൺ നെഗറ്റീവ് ഇൻറ്റിജേഴ്സിനും ലീസ്റ്റ് എലമെൻ്റ് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ തിയറം പറഞ്ഞത് എന്തായിരുന്നു? വെൽ ഓർഡറിങ് പ്രിൻസിപ്പിൾ എന്താണ്? ഏതൊരു നോൺ എംപ്റ്റി സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എടുത്താലും അതിൽ ലീസ്റ്റ് എലമെൻ്റ് ഉണ്ട് എന്നുള്ളതാണ്. അതുപയോഗിച്ചുകൊണ്ട് നമ്മളൊരു റിസൾട്ട് പ്രൂവ് ചെയ്തു. ദർ ഈസ് നോ പോസിറ്റീവ് ഇൻറ്റിജർ ബിറ്റ്വീൻ 0 ആൻഡ് 1. 0 കഴിഞ്ഞാൽ വരുന്ന പോസിറ്റീവ് ഇൻറ്റിജർ 1 ആണ്. അതായത് 0യുടെയും 1ൻ്റെയും ഇടയിലായിട്ട് വേറെ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഒന്നും തന്നെ ഇല്ല. അത് നമുക്കറിയാം. പക്ഷെ അത് മാത്തമാറ്റിക്കലി എങ്ങനെ പ്രൂവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്തത്. നമ്പർ തിയറിയിൽ നമ്മൾ പലപ്പോഴായിട്ടും യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്കറിയാം, ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഇൻറ്റിജേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 1, 2 എക്സെട്ര ആണ്. ഇനി ഇൻറ്റിജേഴ്സിൻ്റെ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ഇൻറ്റിജേഴ്സും 0, ദെൻ നാച്ചുറൽ നമ്പേഴ്സ്, ആ രീതിയിലാണ്. ബട്ട് അതെങ്ങനെ തിയററ്റിക്കലി പ്രൂവ് ചെയ്യും എന്നുള്ളതാണ്. ഈ റിസൾട്ടുകളെല്ലാം തിയററ്റിക്കലി എങ്ങനെ, മാത്തമാറ്റിക്കലി നമ്മളെങ്ങനെ പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്പർ തിയറിയിൽ നമ്മൾ ചെയ്യുന്നത്. സോ അതിനുള്ളൊരു ടൂളാണ് വെൽ ഓർഡറിങ് പ്രിൻസിപ്പിൾ. അപ്പോൾ വെൽ ഓർഡറിങ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇത് പ്രൂവ് ചെയ്തു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ഒരു വെൽ ഓർഡറിങ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഏതൊരു നോൺ എംപ്റ്റി സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സിനും ലീസ്റ്റ് എലമെൻ്റ് ഉണ്ട് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ അതിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ഒരു പോസിറ്റീവ് ഇൻറ്റിജർ എ ഉണ്ട് എന്നെടുത്തു. അങ്ങനെ ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ഇല്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് 0ൻ്റെയും 1ൻ്റെയും ഇടയിൽ. സോ അങ്ങനെയുള്ള പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ ഒരു കളക്ഷൻ എന്നുള്ള സെറ്റ് എടുത്തു. അത് പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ കളക്ഷനാണ് 0ൻ്റെയും 1ൻ്റെയും ഇടയിലുള്ള. അപ്പോൾ അതിൽ എന്താണ്, ഒരു എലമെൻറ്റ് എ ഉണ്ട് എന്ന് എടുത്തത് കൊണ്ട് തന്നെ ഈ സെറ്റ് നോൺ എംപ്റ്റി ആണെന്ന് കിട്ടി. സോ ദിസ് ഈസ് എ നോൺ എംപ്റ്റി സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എന്ന് പറയും. സോ ബൈ വെൽ ഓർഡറിങ് പ്രിൻസിപ്പിൾ എസ് നോൺ എംപ്റ്റി ആണെന്ന് പറയും. നോൺ എംപ്റ്റി വെൽ ഓർഡറിങ് പ്രിൻസിപ്പിൾ എസ്സിലൊരു ലീസ്റ്റ് എലമെൻറ്റ് ഇട്ടെന്ന് കിട്ടും. So it is less than 1, which is less than 1. അപ്പോൾ എൽ എന്നുള്ള ഒരു ലീസ്റ്റ് എലമെൻറ്റ് അതിലുണ്ടെങ്കിൽ എൽ സ്ക്വയർ ഈസ് ഓൾസോ ലെസ് ദാൻ 1, എൽ ആയിരിക്കും, വിച്ച് ഈസ് ഓൾസോ ലെസ് ദാൻ 1. സോ എൽ സ്ക്വയർ ഈസ് ദ ലീസ്റ്റ് എലമെൻറ്റ് ഓഫ് എസ് എന്ന് വരും, വിച്ച് വിൽ ബി എ കോൺട്രഡിക്ഷൻ. ആ രീതിയിൽ നമ്മൾ ഫസ്റ്റ് പ്രോബ്ലം പ്രൂവ് ചെയ്തു. നൗ ഇതേ ഒരു വെൽ ഓർഡറിങ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എന്താണ്? എവറി നോൺ എംപ്റ്റി സെറ്റ് ഓഫ് നോൺ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ്. വെൽ ഓർഡറിങ് പ്രിൻസിപ്പിൾ പറയുന്നത് എവറി നോൺ എംപ്റ്റി സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ്. അതിൻ്റെ കൂടെ 0നെയും കൂടിയും ഇൻക്ലൂഡ് ചെയ്തു. അതായത് നോൺ നെഗറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ ഏതൊരു നോൺ എംപ്റ്റി സബ്സെറ്റ് എടുത്താലും അതിൽ ലീസ്റ്റ് എലമെൻ്റ് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ. സോ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഒരു എസ് എന്നുള്ള സെറ്റ് എടുത്തു. ലെറ്റ് എസ് ബി എ നോൺ നെഗറ്റീവ് സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ്. അപ്പോൾ ഒരു നോൺ നെഗറ്റീവ് സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ലെറ്റ് എസ് ബി എ സെറ്റ് ഓഫ് നോൺ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് എന്നെടുത്തു. സോ കേസ് 1 നമ്മൾ എടുക്കുന്നു. എന്താണ് നോൺ എംപ്റ്റി? എസ് എന്നുള്ളത് എന്താണ്? ഒരു നോൺ എംപ്റ്റി, എസ് സെറ്റ് ഓഫ് നോൺ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ്. ഓക്കെ, എസ് എന്നുള്ളത് സെറ്റ് ഓഫ് നോൺ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ്. നോൺ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐദർ 0 വിൽ ബി ദർ ഓർ നോട്ട്. അപ്പോൾ അങ്ങനെ എടുത്തതുകൊണ്ട് തന്നെ 2 കേസായിട്ട് നമുക്ക് പറയാം. എസ് കണ്ടെയ്ൻസ് 0, എസ്സിൽ ചിലപ്പോൾ 0 ഉണ്ടാവാം. ഓർ കേസ് 2ൽ എന്താണ്? എസ് ഡസ് നോട്ട് കണ്ടെയ്ൻ 0. അപ്പോൾ ഫസ്റ്റ് കേസ് നോക്കാം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എന്താണ്? എസ്സിലൊരു ലീസ്റ്റ് എലമെൻ്റ് ഉണ്ട് എന്നുള്ളതാണ്. സോ കേസ് 1ൽ എസ് കണ്ടെയ്ൻസ് 0 എന്ന് പറഞ്ഞാൽ വി നോ അതിലിനി ബാക്കിയുള്ള എലമെൻറ്റ്സ് എന്താണ്? നോൺ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ്, അതെല്ലാം ബാക്കിയുള്ളതെല്ലാം പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ്. So 0 is the least element of S. All other elements of S are greater than 0. Therefore S contains a least element എന്നുള്ള കണ്ടീഷനായി. ഇനി കേസ് 2 പറയണം. So 0 is the least element in S. കേസ് 2 is also very obvious. 0 ഇല്ല എസ്സിൽ. അപ്പോൾ എസ്സിൽ എന്താണ് ഉണ്ടാവുക? S contains only positive integers. അപ്പോൾ 0 ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് കണ്ടെയ്ൻസ്, അതായത് 0 ഡസ് നോട്ട് ബിലോങ് ടു എസ്.
അതാണ് കേസ് 2. അപ്പോൾ 0 ഇല്ലെങ്കിൽ എസ് കണ്ടെയ്ൻസ് ഓൺലി, അപ്പോൾ എസ്സിൽ പിന്നെ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ, പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ എസ് ഈസ് എ non-empty set of positive integers. Then അങ്ങനെയാണെങ്കിൽ ബൈ വെൽ ഓർഡറിങ് പ്രിൻസിപ്പിൾ എന്താ പറഞ്ഞത്, എവറി non-empty set of positive integers contains has a least element. So by that theorem S has a least element. എസ്സിൽ എന്തുണ്ടെന്ന് കിട്ടി, ലീസ്റ്റ് എലമെൻറ്റ് ഉണ്ടെന്ന് കിട്ടി. Okay, so in both cases S contains a least element. That means വെൽ ഓർഡറിങ് പ്രിൻസിപ്പിളിനെ നമുക്ക് ഒന്നും കൂടി നോൺ നെഗറ്റീവ് ഇൻറ്റിജേഴ്സിലേക്കും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പറയാം. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ വെൽ ഓർഡറിങ് പ്രിൻസിപ്പിൾ പോലെ തന്നെ നമ്മൾ പല തിയറംസും പ്രൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു ടൂളാണ് ഇൻഡക്ഷൻ, മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്നുള്ളത്. അതിൽ തന്നെ 2 തരം ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾസ് നമ്മൾ പറയാറുണ്ട്. ഫസ്റ്റ് വൺ ഈസ് വീക്ക് ഇൻഡക്ഷൻ ആൻഡ് അനദർ വൺ ഈസ് second one is strong version of induction. So first we discuss the principle of induction. So this is the cornerstone of the principle of induction. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡക്ഷൻ വീക്ക് വേർഷനും ഉണ്ട്, അതുപോലെ സ്ട്രോങ് വേർഷൻ ഓഫ് ഇൻഡക്ഷനും ഉണ്ട്. സോ അതിലേക്ക് പോകുന്നതിന് മുൻപ് ഫസ്റ്റ് ആയിട്ട് നമുക്കൊരു തിയറം നോക്കാം. ലെറ്റ് എസ് ബി എ തിയറം 1.4. Let S be a set of positive integers satisfying the following properties. എസ് എന്നുള്ളത് നമ്മളൊരു തിയറം സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ അത് മനസ്സിൽ ഇമാജിൻ ചെയ്യാം. ആ ഒരു സെറ്റിന് എസ് എന്നുള്ളത് എന്താണ്, സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ്. പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഉള്ള ഒരു സെറ്റ് എസ്. അതിൽ ഏത് ഇൻറ്റിജേഴ്സും ആവാം. 1, 2, 3 മുതൽ തന്നെ ഓർഡറിൽ തന്നെ വരണം എന്നൊന്നുമില്ല. അതുപോലെ 1 മുതലുള്ള തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്നില്ല. മേ ബി 1000, പിന്നെ 100, 3, അങ്ങനെ ഒരു റാൻഡം ആയിട്ടുള്ള കളക്ഷൻ ആവാം. ലെറ്റ് എസ് ബി എ സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ്. ബട്ട് ആ എസ്സിൽ ഇനി നമ്മൾ പറയണം, എസ്സിന് ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ്? 1 ബിലോങ് ടു എസ്. ആ എസ്സിൽ ആരുണ്ട്? 1 ഉണ്ട്. അപ്പോൾ എസ് ബി എ സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് സാറ്റിസ്ഫൈയിങ് ദർ ഈസ് 1 ബിലോങ് ടു എസ്. ആൻഡ് സെക്കൻഡ് പ്രോപ്പർട്ടി നോക്കുക, ഇഫ് കെ ഈസ് എൻ ആർബിട്രറി പോസിറ്റീവ് ഇൻറ്റിജർ ഇൻ എസ് ദെൻ കെ പ്ലസ് 1 ഈസ് ഇൻ എസ്. അപ്പോൾ കെ എന്നുള്ളത് ഒരു ആർബിട്രറി പോസിറ്റീവ് ഇൻറ്റിജർ ആണ് എസ്സിലുള്ളതെങ്കിൽ ആ എസ്സിൽ കെ പ്ലസ് 1 കൂടി ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, ദെൻ വി നീഡ് ടു പ്രൂവ് ദാറ്റ് എസ് ഇസ് ഈക്വൽ ടു ദ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. ഇത് ഈ ഒരു 2 സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ കാര്യം ക്ലിയർ ആണ്. അതായത് നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യാനുള്ളതെന്ന് തോന്നും. കാരണം എന്താണ്, എസ് ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. ഫസ്റ്റത്തെ പ്രോപ്പർട്ടി എന്താണ്? ദർ ഈസ് 1 ബിലോങ് ടു എസ്. എസ്സിൽ ആരുണ്ട്? 1 ഉണ്ട്. സെക്കൻഡ് പ്രോപ്പർട്ടി നോക്കുക, ഇഫ് കെ ഈസ് എനി ആർബിട്രറി പോസിറ്റീവ് ഇൻറ്റിജർ. അപ്പോൾ 1 ഉള്ളത് കൊണ്ട് തന്നെ രണ്ടാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് എന്താ, കെ ഉണ്ടെങ്കിൽ കെ പ്ലസ് 1 ഉണ്ട് എന്നുള്ളതാണ്. സോ 1 കെ ആയിട്ട് ചൂസ് ചെയ്ത് കെ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ബിലോങ് ടു എസ്. സോ 1 + 1 ദാറ്റ് ഈസ് 2 ബിലോങ് ടു എസ് എന്ന് വരും. നൗ കെ ഈക്വൽ ടു 2 ആയിട്ട് കൺസിഡർ ചെയ്യാം. 2 ഈസ് ദർ, ദെൻ 2 + 1 3 വിൽ ബി ദർ. 3 ബിലോങ് ടു എസ്. സിമിലർലി ഇതെന്താണ്, നാച്ചുറൽ നമ്പേഴ്സാണ്. സോ ദാറ്റ് വി ഹാവ് എസ് ഇസ് ഈക്വൽ ടു എൻ ഇറ്റ് സെൽഫ് എന്ന് കിട്ടും. പക്ഷേ ഇത് നമ്മളുടെ ഒരു വെരിഫിക്കേഷൻ മാത്രമാണ്. അതായത് ഈ ഒരു ഇതിൻ്റെ റിസൾട്ടിൻ്റെ ഒരു വെരിഫിക്കേഷൻ മാത്രമാണ്. പക്ഷേ നമുക്കിത് പ്രൂവ് ചെയ്യണം. സോ പ്രൂവ് ചെയ്യുന്നത് ഐദർ നമ്മൾ ഏറെ കേസിലും ഇങ്ങനത്തെ പ്രോബ്ലംസൊക്കെ പ്രൂവ് ചെയ്യുക ഒരു കോൺട്രഡിക്ഷൻ മെത്തേഡിലായിരിക്കും. അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എന്താണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ എടുക്കുന്നു, എന്നിട്ട് അത് പോസിബിൾ അല്ല എന്ന് പറയുന്നു. ഓക്കെ, ആ ഒരു വേ ആണ് നമ്മളിവിടെ ചൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എന്താണ്, എസ് ഒരു നോൺ എംപ്റ്റി സെറ്റ് ഓഫ് പോസിറ്റീവ്, എസ് ഈസ് എ സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. നോൺ എംപ്റ്റി ആണ്, കാരണം 1 ഉണ്ട് എസ്സിൽ. ഇനി ഒരു കെ ഉണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത നമ്പർ കെ പ്ലസ് 1 എസ്സിൽ ഉണ്ടാവും. ഇത്രയും നമുക്ക് എസ്സിനെ കുറിച്ച് അറിയാം. അങ്ങനെയാണെങ്കിൽ ആ എസ് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ സപ്പോസ് ഓൺ ദ കോൺട്രറി ദാറ്റ് എസ് ഇസ് നോട്ട് ഈക്വൽ ടു എൻ. എസ് എന്തല്ല, നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റ് അല്ല. ഓക്കെ, സോ എസ് നോട്ട് ഈക്വൽ ടു എൻ ആണെന്ന് എടുത്തു. എസ് ഒരിക്കലും എന്നിനോട് ഈക്വൽ അല്ല. ലെറ്റ് എസ് ഡാഷ് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എൻ ബിലോങ് ടു ക്യാപിറ്റൽ എൻ സച്ച് ദാറ്റ് എൻ ഈസ് നോട്ട് ഇൻ എസ്. അതായത് എസ് ഈക്വൽ ടു എൻ അല്ലല്ലോ, അപ്പോൾ എന്നിൽ വേറെയും കുറേ എലമെൻറ്റ്സ് ഉണ്ട്. ആ എലമെൻറ്റ്സുകളുടെ ഒരു കളക്ഷൻ എടുത്തു, അതിനെയാണ് എസ് ഡാഷ് എന്നെടുത്തത്. സോ എസ് ഡാഷ് ഈസ് സെറ്റ് ഓഫ് ഓൾ എൻ ബിലോങ്സ് ടു എൻ സച്ച് ദാറ്റ് എൻ ഡസ് നോട്ട് ബിലോങ് ടു എസ്. അപ്പോൾ എന്നിലുള്ളതും എന്നാൽ എസ്സിലില്ലാത്തതുമായിട്ടുള്ള കളക്ഷൻ എടുത്തു. കാരണം എസ് എന്നിനോട് ഈക്വൽ അല്ല.
n ഈക്വൽ അല്ല. സോ ദർ ആർ സം മോർ നാച്ചുറൽ നമ്പേഴ്സ് which are not in S. Take that collection as S dash. അപ്പോൾ ഇത് വീണ്ടും എന്താണ്, എസ് ഡാഷ് നോൺ എം ടി ആണ്. കാരണം എന്താണ്, ഇത് നോട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനത്തെ ഒരു എലമെൻറ്റെങ്കിലും അതിൽ ഉണ്ടാവണമല്ലോ. സോ സിൻസ് എസ് ഡാഷ് നോട്ട് ഈക്വൽ ടു 5 നോൺ എം ടി സെറ്റാണ്. അതുകൊണ്ട് തന്നെ സോ എസ് ഡാഷ് എന്നുള്ളത് ഒരു നോൺ എം ടി സെറ്റ് ഓഫ് എന്താണ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് തന്നെയാണ്. അപ്പോൾ അതിൽ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റും, വെൽ ഓർഡറിങ് പ്രിൻസിപ്പിൾ എസ് ഡാഷിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ എസ് ഡാഷിൽ എന്താണ് ഒരു ലീസ്റ്റ് എലമെൻ്റ് ഉണ്ട് എന്ന് കിട്ടും. സോ അതിന് നമ്മളൊരു എൽ ഡാഷിന് എടുത്തു. സോ എൽ ഡാഷ് ഈസ് എ ലീസ്റ്റ് എലമെൻ്റ് ഇൻ എസ് ഡാഷ്. എൽ ഡാഷ് എന്നുള്ളത് എന്താണ്, എസ് ഡാഷിലെ ലീസ്റ്റ് എലമെൻ്റ് ആണ്. ഓക്കെ, എസ് ഡാഷ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, അതായത് എസ്സിലില്ലാത്ത എന്നിലുള്ള എലമെൻറ്റ്സ് ആണ്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള എലമെൻ്റ് ആരാണ്, എൽ ഡാഷ് ഇൻ എസ് ഡാഷ് ഈസ് ദി ലീസ്റ്റ് എലമെൻറ്റ്. ആരാണ്, ലീസ്റ്റ് എലമെൻ്റ് ആണ്. ഏറ്റവും ചെറുത് എൽ ഡാഷ് ആണ് എസ് ഡാഷിൽ. അങ്ങനെയാണെങ്കിൽ എൽ ഡാഷ് -1 എന്ന് എടുത്താൽ അതൊരിക്കലും എവിടെ ഉണ്ടാവില്ല. ഒരു കാര്യം കൂടി, അതുപോലെ എൽ ഡാഷ്, അതായത് നമ്മൾ 2 കണ്ടീഷൻസ് എസ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 1 എസ്സിലുണ്ട്. അപ്പോൾ 1 എസ്സിലുണ്ടെങ്കിൽ എന്തായാലും 1 ഡസ് നോട്ട് ബിലോങ് ടു എവിടെയായിരിക്കും, എസ് ഡാഷ് ആയിരിക്കും. 1 ബിലോങ് ടു എസ് എന്ന് പറഞ്ഞാൽ 1 ഡസ് നോട്ട് ബിലോങ് ടു എസ് ഡാഷ്. ഇനി എസ് ഡാഷ് എന്താണ്, പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ സെറ്റുമാണ്. എസ് ഡാഷ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സാണ് എസ്സിലുള്ളത്. ആ എസ്സിൽ ഇല്ലാത്തതും നാച്ചുറൽ നമ്പേഴ്സിലുള്ളതുമായിട്ടുള്ള എലമെൻറ്റ്സ് ആണ് ഇവിടെ ഉള്ളത്, എസ് ഡാഷിലുള്ളത്. സോ 1 ഇല്ലാത്തത് കൊണ്ട് 1 ഇല്ല. ആൻഡ് എൽ ഡാഷ് ഈസ് ദ ലീസ്റ്റ് എലമെൻറ്റ് ഇൻ എസ് ഡാഷ്. അപ്പോൾ എൽ ഡാഷ് സ്വാഭാവികമായിട്ടും 1-നേക്കാളും വലിയ നമ്പർ ആയിരിക്കും, 1-നേക്കാളും വലിയൊരു ഇൻറ്റിജർ ആയിരിക്കും. ഓക്കെ, സോ ബൈ കണ്ടീഷൻ 1, അപ്പോൾ നമുക്ക് എന്ത് പറയാം, ബൈ കണ്ടീഷൻ 1 ഉപയോഗിച്ചിട്ട് നമുക്ക് പറയാം എൽ ഡാഷ് എന്നുള്ളത് ഗ്രേറ്റർ ദാൻ 1 ആണ്. കാരണം 1 എവിടെ ഉള്ളതാണ്, എസ്സിലുള്ളതാണ്. 1 എസ്സിലാന്ന് പറഞ്ഞാൽ 1 എവിടെ ഉണ്ടാവില്ല, എസ് ഡാഷിൽ ഉണ്ടാവില്ല. എസ് ഡാഷിലുള്ള എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എസ്സിലില്ലാത്ത നാച്ചുറൽ നമ്പേഴ്സാണ്. അപ്പോൾ എന്തായിരിക്കും, പിന്നെ എൽ ഡാഷ് എസ് ഡാഷിലുള്ള ഏറ്റവും ലീസ്റ്റ് എലമെൻറ്റുമാണ്. സോ ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1 എന്ന് വരും. ഇനി ഒരു കാര്യം കൂടി, എൽ ഡാഷ് എന്താണ്, എസ് ഡാഷിലുള്ള ലീസ്റ്റ് എലമെൻ്റ് ആണ്. സോ എൽ ഡാഷ് -1 എൽ ഡാഷിനേക്കാളും ചെറുതാണ്, പക്ഷെ അത് എവിടെ ഉണ്ടാവില്ല, എസ് ഡാഷിൽ ഉണ്ടാവില്ല. സോ എൽ ഡാഷ് -1 ഡസ് നോട്ട് ബിലോങ് ടു എസ് ഡാഷ്. അപ്പോൾ ഇതിലില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അത് എവിടെ ഉണ്ടാവുക, എൽ ഡാഷ് -1 എവിടെ ഉണ്ടാവും, എസ്സിലുണ്ടാവും. ഓക്കെ, എൽ ഡാഷ് -1 എസ്സിലുണ്ടെങ്കിൽ എസ്സിൻ്റെ പ്രോപ്പർട്ടി, രണ്ടാമത്തെ പ്രോപ്പർട്ടീനെ പിടിക്കാം. ഒരു കെ ഉണ്ടെങ്കിൽ, ഒരു ആർബിട്രറി പോസിറ്റീവ് ഇൻറ്റിജർ കെ ഉണ്ടെങ്കിൽ, ഇത് പോസിറ്റീവാണോ, എൽ ഡാഷ് -1 പോസിറ്റീവാണോ? അതെ. കാരണം എന്താണ്, എൽ ഡാഷ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ എൽ ഡാഷ് -1 എന്നുള്ളത് പോസിറ്റീവാണ്. സോ ഏതൊരു ആർബിട്രറി പോസിറ്റീവ് ഇൻറ്റിജർ എസ്സിലുണ്ടെങ്കിലും ആ k+1 എസ്സിലുണ്ടാവും. സോ എൽ ഡാഷ് -1 ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ ഇൻ എസ്. ദെൻ ബൈ പ്രോപ്പർട്ടി 2 ഓഫ് എസ്, എസ്സിൻ്റെ പ്രോപ്പർട്ടിയാണ് എൽ ഡാഷ് -1 ഉണ്ടെങ്കിൽ അതിനോട് +1 ആഡ് ചെയ്താലും അത് എസ്സിൽ ഉണ്ടാവും എന്നുള്ളത്. ദാറ്റ് മീൻസ് എൽ ഡാഷ് ബിലോങ് ടു എസ് എന്ന് പറയും. പക്ഷേ എൽ ഡാഷ് എവിടെ ഉള്ളതെന്നാണ് നമ്മൾ പറഞ്ഞത്, എൽ ഡാഷ് ഈസ് ഇൻ എസ് ഡാഷ് എന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഇത് എൽ ഡാഷ് എസ് ഡാഷിലുണ്ട്, എൽ ഡാഷ് എസ്സിലും ഉണ്ടെന്ന് പറഞ്ഞു. വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ. കാരണം എസ് ഡാഷ് എന്ന് പറഞ്ഞാൽ എസ്സിൽ ഇല്ലാത്ത എലമെൻറ്റ്സ് ആണ്. സോ ദിസ് വിൽ ബി എ contradiction and this contradiction proves the theorem. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു റിസൾട്ട്. ഇനി ഈ റിസൾട്ടാണ് നമ്മൾ ഒരു തിയറമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. അനദർ തിയറം ദാറ്റ് ഈസ്, ഇതിൻ്റെ ഒരു ജനറലൈസേഷനാണ്. ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞു, 1 ഉണ്ട്, അതായത് ആ സെറ്റിൽ 1 ഉണ്ടാവണം. ഇനി ഒരു കെ ഉണ്ടെങ്കിൽ k+1 ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എസ് എന്നുള്ളത് സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഇനി ഈ ഒരു ചെറിയ റിസൾട്ടിനെ നമ്മളൊരു തിയറം ഒന്നും കൂടി എസ്റ്റാബ്ലിഷ് ചെയ്ത് ഒരു ജനറലൈസ്ഡ് കേസായിട്ട് പറയുകയാണ്. ലെറ്റ് n നോട്ട് ബി എ ഫിക്സഡ് ഇൻറ്റിജർ. 1 ഉണ്ട് എന്ന് പറയുന്നതിന് പകരം അതിലൊരു n നോട്ട് ഉണ്ട്, ഒരു ഫിക്സഡ് നമ്പർ n നോട്ട് ഉണ്ട്. അത് 1 ആവാം, എന്തും ആവാം. n നോട്ട് ബി എ ഫിക്സഡ് ഇൻറ്റിജർ, എസ് ബി എ സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് സാറ്റിസ്ഫൈങ് ദ ഫോളോയിങ് കണ്ടീഷൻ.
എസ് എന്താണ്? സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് ആണ്. പോസിറ്റീവ് ഇൻറ്റിജർ ആവണമെന്ന് പറഞ്ഞിട്ടില്ല. എസ് ബി എ സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് സാറ്റിസ്ഫൈങ് ദ ഫോളോയിങ് കണ്ടീഷൻ. എന്തൊക്കെ കണ്ടീഷൻസ് ആണ്? എൻ നോട്ട് എസ്സിലുണ്ടാവണം. ഒരു കെ എന്നുള്ള ആർബിട്രറി ഇൻറ്റിജർ എൻ നോട്ടിനേക്കാളും വലുതോ ഈക്വലോ ആയിട്ടൊരു കെ ഉണ്ടെങ്കിൽ കെ പ്ലസ് വണ്ണും എസ്സിലുണ്ടാവും. അപ്പോൾ എൻ നോട്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിതിൽ പറയുന്നത്. ദെൻ എസ് കണ്ടെയ്ൻസ് ഓൾ ഇൻറ്റിജേഴ്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ നോട്ട്. അങ്ങനെയാണെങ്കിൽ എൻ നോട്ടിനേക്കാളും വലിയ എല്ലാ ഇൻറ്റിജേഴ്സും എസ്സിലുണ്ടാവും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ സെറ്റ് എന്താണ്? ഒരു സെറ്റ് എസ് ഈസ് എ സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ്, എൻ നോട്ട് ഈസ് എ ഫിക്സഡ് നമ്പർ, ആൻഡ് വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് എസ്? എൻ നോട്ട് ബിലോങ് ടു എസ്, and if k is any number greater than or any arbitrary integer greater than or equal to n naught, then k plus 1 belong to s, and we need to prove that then s contains all integers greater than or equal to n naught. So this is our generalized theorem. ഇതിൻ്റെ പ്രൂഫ് ഇവിടെ നമ്മളിനി ചെക്ക് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി നമ്മളൊരു ഇൻഡക്ഷനിലേക്ക് പോവുകയാണ്. ഇൻഡക്ഷൻ പ്രോസസ്സ്, ഇൻഡക്ഷൻ എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവുക എന്നുള്ളതാണ് ഇനി നോക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയ എക്സാമ്പിൾസ് ഒക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഇൻഡക്ഷൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡക്ഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിന് മുൻപായിട്ട് ചെറിയൊരു എക്സാമ്പിൾ നോക്കാം. അതായത് കുറച്ച് ഡോമിനോസ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ഒരു റോയിൽ അറ്റ് വാരിയിങ് ഡിസ്റ്റൻസസ് ഫ്രം ഈച്ച് അതർ. അതായത് ഡിഫറെൻറ്റ് ഡിസ്റ്റൻസസ്, ഡിഫറെൻറ്റ് ഗ്യാപ്പ് ഇട്ടിട്ട് ഡോമിനോസ് മീൻസ് ഇങ്ങനത്തെ ചെറിയ കട്ടകൾ ഡിഫറെൻറ്റ് ഓരോ ഡോമിനോസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, രണ്ട് ഡോമിനോസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് ഡിഫറെൻറ്റ് ഡിസ്റ്റൻസിലാണിത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഫസ്റ്റത്തെ ഡോമിനോയ്ക്ക് നമ്മളൊരു തട്ട് കൊടുത്താൽ, ഒന്ന് തട്ടിയിട്ട് കഴിഞ്ഞാൽ ആ കംപ്ലീറ്റ് ഡോമിനോസും വീഴുമോ? ദാറ്റ് മീൻസ് കംപ്ലീറ്റ് ഡോമിനോസും വീഴാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം ഇവയെല്ലാം തന്നെ ഡിഫറെൻറ്റ് ഡിസ്റ്റൻസിലാണ് നമ്മളിത് കീപ്പ് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് ഡിഫറെൻറ്റ് ഡോമിനോസ് ഡിഫറെൻറ്റ് ഡിസ്റ്റൻസിലായതുകൊണ്ട് തന്നെ അതെല്ലാം വീഴണം എന്ന് നിർബന്ധമില്ല. ഫോർ എക്സാമ്പിൾ, ആ ഒരു പിക്ചർ ഇവിടെ ബിയിലും സിയിലും ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫിഗറിൽ തന്നെ ഇത് ക്ലിയറാണ്. അതേസമയം സപ്പോസ് നമ്മൾ ഇതെല്ലാം തന്നെ ഒരു പെർട്ടിക്കുലർ ഒരു ഡിസ്റ്റൻസിൽ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിലാണ് നമ്മളിത് പ്ലേസ് ചെയ്യുന്നത്. അതായത് ആ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു അഡ്ജസൻറ്റ് ഡോമിനോസ് ഈസ് ലെസ് ദാൻ ദ ലെങ്ത് ഓഫ് എ ഡോമിനോ. അതായത് രണ്ട് അഡ്ജസൻ്റ് ആയിട്ടുള്ള രണ്ട് ഡോമിനോസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്നുള്ളത് ഒരു ഡോമിനോയുടെ ലെങ്ത്തിനേക്കാളും കുറവാണ്. ആ രീതിയിലാണ് നമ്മൾ ഇതെല്ലാം തന്നെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദ ഫസ്റ്റ് ഡോമിനോ ഫോൾസ്, സപ്പോസ് ദ ഫസ്റ്റ് ഡോമിനോ ഫോൾസ്, ആൻഡ് ഇഫ് ദ kth domino falls, then k plus 1th domino is also false. Then we can assume that all the dominoes would fall. This illustration is can be represented or expressed symbolically. നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ മാത്തമാറ്റിക്കലി അല്ലെങ്കിൽ സിംബോളിക്കലി റെപ്രസെൻറ്റ് ചെയ്യാം. ലെറ്റ് പി ഓഫ് എൻ ഡിനോട്ട് ദ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ദ nth domino falls. nth domino fall ചെയ്യുന്നു എന്നുള്ളതിനെ നമ്മളൊരു പി ഓഫ് എൻ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. അസ്യൂം ദാറ്റ് അങ്ങനെയാണെങ്കിൽ താഴെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം തന്നെ ട്രൂ ആണ്. ഏത്? പി ഓഫ് 1 ഫസ്റ്റ് ഡോമിനോ ഫോൾസ്, അത് വീഴുന്നുണ്ട്. സോ അത് ട്രൂ ആണ്. ഇനി പി ഓഫ് കെ ഇംപ്ലൈസ് പി ഓഫ് കെ പ്ലസ് 1, അതായത് kth ഡോമിനോ ഫോൾ ചെയ്യുകയാണെങ്കിൽ കെ പ്ലസ് 1th ഡോമിനോയും ഫോൾ ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ അസംഷൻ. സോ പി ഓഫ് കെ ട്രൂ ആണെങ്കിൽ പി ഓഫ് കെ പ്ലസ് 1 is also true for any arbitrary positive integer k. Then p of n is true for every positive integer. That means every domino would fall. ഇതായിരിക്കും ഒരു വീക്ക് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ അല്ലെങ്കിൽ വീക്ക് ഇൻഡക്ഷൻ പ്രിൻസിപ്പിളിൻ്റെ ഒരു രീതി. ഇതേ രീതിയിലാണ് നമ്മൾ ഈ ഒരു വീക്ക് വേർഷൻ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ, പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പറയുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തിയറമായിട്ട് പറയുകയാണ്. ദാറ്റ് ഈസ് ദ വീക്ക് വേർഷൻ ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. വീക്ക് വേർഷൻ. What is the weak version? The statement. Let P of n be a statement satisfying the following conditions where n belong to set of integers. P of n എന്നുള്ളത് താഴെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നു.
എന്തൊക്കെയാണ്? പി ഓഫ് എൻ നോട്ട് ഈസ് ട്രൂ ഫോർ സം ഇൻറ്റിജർ എൻ നോട്ട്. ഒരു പെർട്ടിക്കുലർ ഇൻറ്റിജർ എൻ നോട്ടിന് പി ഓഫ് എൻ നോട്ട് ട്രൂ ആണ്, ഈസ് ട്രൂ. നൗ ദ നെക്സ്റ്റ് കണ്ടീഷൻ, ഇഫ് പി ഓഫ് കെ ഈസ് ട്രൂ for any arbitrary integer k greater than or equal to n naught, then p of k plus 1 is also true. p of k n naught k greater than or equal to n naught ന് ട്രൂ ആണെങ്കിൽ p of k plus 1 ട്രൂ ആയിരിക്കും. then p of n is true for every integer n greater than or equal to n naught. So the statement is, let p of n be a statement satisfying the following conditions where n belong to Z. P of n naught is true for some integer n naught. If p of k is true for an arbitrary integer k greater than or equal to n naught, then p of k plus 1 is also true. Then, ഇത് രണ്ടും ഹൈപ്പോത്തസിസ് ആണ്. Then our theorem, principle of mathematical induction says that p of n is true for every integer n greater than or equal to n naught. Okay. അപ്പോൾ ഇത് എന്താണ്, നമ്മൾ തിയറം 1.5 വെച്ചിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് പറഞ്ഞ തിയറത്തിൻ്റെ ഒരു ജനറലൈസ്ഡ് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എന്നൊരു എസ് എന്നുള്ളത് സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് ആണ് സാറ്റിസ്ഫൈയിങ് ദ ഫോളോയിങ് കണ്ടീഷൻസ്. അങ്ങനെയാണെങ്കിൽ എസ് കണ്ടെയ്ൻസ് ഓൾ ഇൻറ്റിജേഴ്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ നോട്ട് എന്നുള്ളത്. സോ പി ഓഫ് എൻ നോട്ട് ഈസ് ട്രൂ ഫോർ സം ഇൻറ്റിജർ എൻ നോട്ട് എന്ന് പറഞ്ഞു. സോ എസ് ഡിനോട്ട് ദ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് greater than or equal to n naught for which p of n is true. So since p of n naught is true, n naught എവിടെ ഉണ്ടാവും? എസ്സിൽ ഉണ്ടാവും എന്ന് കിട്ടി. അപ്പോൾ n naught, അതായത് എസ് എന്നുള്ളത് നമ്മളൊരു സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് എടുത്തു വിച്ച് ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n naught ഫോർ വിച്ച് p of n is true. p of n ട്രൂ ആകുന്ന n നോട്ടിനേക്കാളും വലിയ എല്ലാ ഇൻറ്റിജേഴ്സിൻ്റെയും കളക്ഷനായിട്ട് എസ് എടുത്തു. ബൈ അവർ അസംഷൻ പി ഓഫ് എൻ നോട്ട് ഈസ് ട്രൂ. എൻ നോട്ട് ട്രൂ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് പറയാം, പി ഓഫ് എൻ നോട്ട് ട്രൂ ആണ്. സോ എൻ നോട്ട് എസ്സിൽ ഉണ്ടാവുമെന്ന് കിട്ടി. സോ എസ് ഈസ് എ നോൺ എംപ്റ്റി സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് ആൻഡ് ഇഫ് കെ എൻ നോട്ട് ബിലോങ് ടു എസ് എന്ന് കിട്ടി. ദെൻ ബൈ കണ്ടീഷൻ 2, ഇഫ് വെനെവർ കെ ഈസ് ഇൻ എസ്, കെ പ്ലസ് 1 ഈസ് ഇൻ എസ്. അപ്പോൾ പി ഓഫ് കെ ഉണ്ടെങ്കിൽ കെ പ്ലസ് 1 ഉണ്ടെന്ന് കിട്ടി. സോ എസ് കണ്ടെയ്ൻസ്, ദെൻ ബൈ ദാറ്റ് തിയറം 1.5, എസ് കണ്ടെയ്ൻസ് ഓൾ ഇൻറ്റിജേഴ്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ നോട്ട്. കോൺസിക്വൻ്റ്ലി പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ എവറി ഇൻറ്റിജർ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ നോട്ട്. Also this theorem can be directly obtained from well ordering principle. That is given as exercise 44. ഇനി ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. അതായത് വീക്ക് വേർഷൻ ഓഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു റിസൾട്ടിനെയാണ്. ഇത് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഇനി പ്രോബ്ലംസ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ചെക്ക് ചെയ്യേണ്ട എന്താണ്, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് എൻ നോട്ട്, ഒരു പെർട്ടിക്കുലർ ഇൻറ്റിജർ എൻ നോട്ടിന് പി ഓഫ് എൻ നോട്ട് ട്രൂ ആണോ എന്ന് അറിയണം. സോ അതാണ് ബേസിക് സ്റ്റെപ്പ്. അതായത് വെരിഫൈ പി ഓഫ് എൻ നോട്ട് ഈസ് ട്രൂ എന്നുള്ളത്. ഇനി ഇൻഡക്ഷൻ സ്റ്റെപ്പ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇൻഡക്റ്റീവ് ഹൈപ്പോത്തസിസ്. എന്താണ് ഹൈപ്പോത്തസിസ്? അസ്യൂം പി ഓഫ് കെ ഈസ് ട്രൂ ഫോർ എൻ ആർബിട്രറി ഇൻറ്റിജർ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ നോട്ട്. ദെൻ വെരിഫൈ ചെയ്യണം പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ ഫോർ കെ പ്ലസ് 1 ഈസ് ഓൾസോ ട്രൂ. ദാറ്റ് ഈസ് കോൾഡ് ഇൻഡക്റ്റീവ് സ്റ്റെപ്പ്. അപ്പോൾ ഈ രണ്ട് സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ ഈ ഒരു ഇൻഡക്ഷൻ വെച്ചിട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ വീക്ക് വേർഷൻ ഓഫ് ഇൻഡക്ഷൻ യൂസ് ചെയ്തിട്ട് പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇത് വെച്ചിട്ടുള്ള വീക്ക് വേർഷൻ ഓഫ് ഇൻഡക്ഷൻ ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. അത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം.